തകർത്തു പെയ്ത മഴയിൽ തലശ്ശേരി കൊടുവള്ളി പഴയപാലം റോഡിൽ കനത്ത നഷ്ടം. മാലിന്യങ്ങൾ നിറഞ്ഞ് പൊതു ഓവുചാൽ അടഞ്ഞതോടെ വെള്ളം ഒഴുകി എത്തിയത് സമീപത്തെ കടകളിലേക്കും വീടുകളിലേക്കുമാണ്. ജനപ്രതിനിധികൾ എത്തിയതോടെ ഓവുചാൽ വൃത്തിയാക്കാൻ ധാരണയായി. മണ്ണും മരത്തടികളും മാലിന്യവും അടിഞ്ഞ് പൊതു ഓവുചാൽ തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് കനത്തുപെയ്ത വേനൽ മഴയിൽ വെള്ളം ഗതിമാറി സമീപത്തെ വീടിലും കടകളിലും കയറിയത്. കൊടുവള്ളി ആമുക്കപ്പള്ളി പഴയപാലം റോഡിലാകെ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. പടക്കക്കടയായ ജമീല ഫയർവർക്സ്, തൊട്ടടുത്ത സെഞ്ചുറി ഡ്രൈവിംഗ് സ്കൂൾ, ഷെസ്പേഡ് സൂപ്പർ മാർക്കറ്റ്, കെ ലീലിയുടെ വീടിനുമാണ് കൂടുതൽ നഷ്ടം നേരിട്ടത്. കടയിൽ സ്റ്റോക്ക് ചെയ്ത പടക്കങ്ങൾ ആകെ നനഞ്ഞു കുതിർന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലായെന്ന് ഉടമ റിയാസ് പറഞ്ഞു. ഇന്നലെ രാത്രിയത്തെ മഴയത്താണ് ഇങ്ങനെ ഒരു വെള്ളം നമ്മുടെ വീടിന്റെ ഷോപ്പിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അത് ബ്ലോക്കായിട്ട് കംപ്ലീറ്റ് വെള്ളം നമ്മുടെ ഷോപ്പിലേക്കും തൊട്ടടുത്ത ഡ്രൈവിംഗ് സ്കൂളിലേക്കും അതിന് തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിലേക്കും അതിലേക്കും പോയത്. നമ്മൾ 3 ദിവസം ലീവായിരുന്നു, നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. 3 ദിവസം തുറന്നിട്ടില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിന്റെ ചെറിയ ഓർഡറിന്റെ ഇലക്ഷനോടനുബന്ധിച്ചിട്ട് ഓർഡറിന്റെ പ്രകാരം നമ്മൾ ഇന്ന് 3 ദിവസം ലീവായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തുറന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടത്. കണ്ടമാനം വെള്ളം നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിൽ കയറ്റി നമുക്ക് കണ്ടമാനം നഷ്ടമുണ്ട്. നഷ്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളിലെ ഫർണിച്ചറുകൾ, TV, കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ നനഞ്ഞു കേടായതായി ഉടമ വിനീതും പരാതിപ്പെട്ടു. കമ്പ്യൂട്ടർ മേലെയാണൊന്നും പറ്റിയില്ല. പിന്നെ ഫയലുകൾ അടിയിൽ വെച്ച ഫയലുകളൊക്കെ വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല, ഇനി ആരൊക്കെ ലൈസൻസ് ഒറിജിനൽ മിസ്സാണ്, RC മിസ്സായണം ഒന്നും അറിയില്ല. ഇപ്പോൾ നമ്മളൊക്കെ എല്ലായിടത്തും പുറത്തിട്ടിട്ടാണ് ഉള്ളത്. ഇനി ബാക്കി ഇപ്പം നോക്കണം, കയറി നോക്കണം, ഇന്നാലേ പറയാൻ പറ്റും. ഷെഫീഖിന്റെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ നശിച്ചത് കാരണം ഇവിടെ ഏതാണ്ട് 15,000 രൂപയുടെ നഷ്ടമുണ്ടായി. ലീലിയുടെ വീടിനകത്തും വെള്ളം കയറി. വിവരമറിഞ്ഞ് ഇവിടുത്തെ വാർഡ് പ്രതിനിധി K. അഷ്റഫും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുനിൽ മുനീർ എന്നിവരും സ്ഥലത്തെത്തി. ഓവുചാലിലെ തടസ്സം ഉടൻ നീക്കണമെന്ന് നിലവിൽ അന്യസംസ്ഥാനത്തുള്ള സ്ഥലം ഉടമയെ അറിയിച്ചതായി വാർഡംഗം പറഞ്ഞു. പറമ്പെടുത്തയാൾ അത് എല്ലാ മര കാര്യങ്ങളൊക്കെ എന്തോ അദ്ദേഹം പ്രോപ്പർട്ടി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മുറിച്ചിട്ട തെങ്ങും മരക്കുറ്റികളൊക്കെ കെണിഞ്ഞിട്ട് ആ ഡ്രെയിനേജ് ബന്ധായതിൻ്റെ ഭാഗമാണ് ഈ ഒരൊറ്റ മഴയ്ക്ക് പോലും ഇത്രയും വലിയ വെള്ളം കയറുകയും ഒട്ടനവധി സ്ഥാപനങ്ങൾക്ക് കേടുപാട് വരികയും അതോടൊപ്പം ഈ പടക്കക്കടയിൽ ഭീമമായ നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് സൈറ്റ് തലശ്ശേരി.